ഈ പട്ടിക ലവലേശം ഉളുപ്പില്ലാത്ത സർക്കാർ ജീവനക്കാരുടേതാണ്. പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുന്ന 1458 ജീവനക്കാരുടേത്. സാമൂഹ്യക്ഷേമ പെൻഷന് അർഹതയുള്ളവരെയും കൈയിട്ട് വാരുന്ന സർക്കാർ ജീവനക്കാരെ സർക്കാർ ഊട്ടുന്നുണ്ടെന്ന് ധനവകുപ്പ് കണ്ടെത്തിയിരിക്കുകയാണ്. സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ അനർഹരെ കണ്ടെത്താനുള്ള സുപ്രധാന ദൗത്യം അടുത്തിടെയാണ് ധനവകുപ്പ് തുടങ്ങിയത്. ഇൻഫർമേഷൻ കേരള മിഷൻ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന 65 ലക്ഷം ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ ശാസ്ത്രീയമായി പരിശോധിച്ചു. റിപ്പോർട്ട് കിട്ടിയപ്പോൾ ധനവകുപ്പ് ഞെട്ടി. സർക്കാർ ചെല്ലും ചെലവും കൊടുത്തുകൂട്ടുന്ന 1458 സർക്കാർ ജീവനക്കാർ സർക്കാരിനെ വഞ്ചിക്കുന്നു. ക്ഷേമ പെൻഷൻ കൊടുക്കാൻ സർക്കാർ നട്ടം തിരിയുമ്പോൾ ഈ ജീവനക്കാർ സർക്കാർ ശമ്പളത്തിനൊപ്പം സാമൂഹ്യക്ഷേമ പെൻഷൻ കൂടി വാങ്ങി സുഖിക്കുകയാണ്. ഞെട്ടിക്കുന്ന കാര്യം, ഇവരിൽ ഗസറ്റഡ് ഉദ്യോഗസ്ഥർ വരെയുണ്ട്. ക്ഷേമ പെൻഷൻ തട്ടിയ 2 അസിസ്റ്റന്റ് പ്രൊഫസർമാരിൽ ഒരാൾ തിരുവനന്തപുരം ജില്ലയിലെ സർക്കാർ കോളേജിലെ അധ്യാപകനാണ്. മറ്റൊരാൾ പാലക്കാട് ജില്ലയിലെ സർക്കാർ കോളേജിൽ ജോലി ചെയ്യുന്നു. ഹയർ സെക്കൻഡറി അധ്യാപകരായ 3 പേരും നാണക്കേടിന്റെ പര്യായമായ പട്ടികയിലുണ്ട്. നാണമില്ലാത്തവരുടെ പട്ടികയിൽ ഒരുവിധപ്പെട്ട എല്ലാ വകുപ്പുകളുമുണ്ട്. 1-ാം സ്ഥാനത്ത് ആരോഗ്യവകുപ്പാണ്. തൊട്ടു പിന്നാലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ജീവനക്കാരുമുണ്ട്. ആരോഗ്യവകുപ്പിലെ 373 ജീവനക്കാരും പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ 227 ജീവനക്കാരും ക്ഷേമ പെൻഷൻ തട്ടിയവരാണ്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 124 പേർ, ആയുർവേദ വകുപ്പിൽ 114 പേർ, മൃഗസംരക്ഷണ വകുപ്പിൽ 74 പേർ, പൊതുമരാമത്ത് വകുപ്പിൽ 47 പേർ, അങ്ങനെ നീളുന്നു പട്ടിക. അനധികൃതമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക പലിശയടക്കം തിരിച്ചുപിടിക്കാൻ വകുപ്പുകൾക്ക് ധനവകുപ്പ് നിർദ്ദേശം നൽകി. ഇതുകൂടാതെ സർവീസ് ചട്ടപ്രകാരമുള്ള അച്ചടക്ക നടപടി വേറെയും ഉണ്ടാകും. നമ്മുടെ സർവീസ് റൂൾസിനെ ഒക്കെ ബാധിക്കുന്ന പ്രശ്നമാണ് അത്. അവിടെ മാത്രമല്ല, ഏതൊരു സ്ഥലത്തായാലും അനർഹരായിട്ടുള്ള ആളുകൾ മേടിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും പാവപ്പെട്ട അർഹരായ ആളുകൾക്ക് കിട്ടേണ്ടതിന് തടസ്സം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ശരിയായ ഒരു കാര്യമല്ല. ഒരു കാര്യം ഉറപ്പാണ്, തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് സഹായം കിട്ടാതെ അനർഹർക്ക് ക്ഷേമ പെൻഷൻ പട്ടികയിൽ ഇടം കിട്ടില്ല. കാരണം വാർഷിക വരുമാനം 1 ലക്ഷം രൂപ കവിയരുത് എന്നതടക്കമുള്ള മാനദണ്ഡങ്ങളുണ്ട്. തെളിവുകൾ ഹാജരാക്കണം, വിവിധ തലത്തിൽ പരിശോധനകൾ നടത്തണം. ഇവിടെയൊക്കെ അട്ടിമറി നടത്തിയാണ് സർക്കാർ ശമ്പളം വാങ്ങുന്നവർ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളായത്. ദുർബലരായ പാവപ്പെട്ട ജനങ്ങൾ കൊടുക്കേണ്ടത് പെൻഷൻ ഇമാതിരിയുള്ള ആർക്കും കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? അതൊക്കെ കണ്ടുപിടിച്ച് ആവശ്യമായ നിലപാട് സ്വീകരിച്ച് അവരെല്ലാം ഇതിൽ നിന്ന് ഒഴിവാക്കി കൃത്യമായിട്ട് അർഹതപ്പെട്ടവർ തന്നെയാണ് വാങ്ങുന്നത് എന്നുള്ളതിന് ഉറപ്പുണ്ടാക്കുക എന്നുള്ളതിന്. അതിനാൽ ക്ഷേമ പെൻഷൻ തട്ടിപ്പിന്റെ ആഴമളക്കാൻ വിശദമായ അന്വേഷണം തന്നെ അനിവാര്യമാണെന്ന ആവശ്യം പ്രതിപക്ഷത്ത് നിന്ന് ഉയരും. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.